മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. സ്പോട്ട് ലൈവ്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചത്. രാഹുലിനെ ഇന്ന് തന്നെ പുറത്തിറങ്ങാം എന്നതാണ് സാഹചര്യം. സാക്ഷികളെ സ്വാധീനിക്കരുത്, സമൂഹ മാധ്യമങ്ങളെ വഴി ഭീഷണിപ്പെടുത്തരുത്, അന്വേഷണവുമായി സഹകരിക്കണം, എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, രാഹുലിനെ ഇന്ന് തന്നെ പുറത്തിറങ്ങാനാകുമോ? കാരണം ഹൈക്കോടതിയുടെ പെൻഡിങ്ങിൽ മറ്റൊരു അപേക്ഷയുണ്ട്. സഹിത്ത് തീർച്ചയായും അക്കാര്യം കൂടിയുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മൂന്നാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടാണ് രാഹുലിനിപ്പം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അത് ഉപാധികളോടുകൂടിയാണ്. കർശന വ്യവസ്ഥകളുണ്ട്. അതായത് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ രാഹുൽ ഹാജരാവണം, അന്വേഷണവുമായി സഹകരിക്കണം, ഒപ്പം പരാതിക്കാരിയെ സ്വാധീനിക്കുകയോ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഈ പരാതിക്കാരി മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പാടില്ല എന്നുള്ള കാര്യം കൂടി ഈ ജാമ്യവ്യവസ്ഥയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം 50,000 രൂപയും 2 ആൾ ജാമ്യം കൂടാണ് ഈ ജാമ്യവ്യവസ്ഥയിൽ പറയുന്നത്. അത്തരത്തിൽ എന്തായാലും രാഹുൽ ഇന്ന് വൈകിട്ടോടുകൂടി ജാമ്യത്തിൽ പുറത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതേസമയം ഹൈക്കോടതിയുടെ കേസുണ്ട്, അതിന്റെ കാര്യം കൂടി ഇന്ന് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചുള്ളത്. ഈ ജാമ്യ ഉത്തരവുമായി ബന്ധപ്പെട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം നടക്കുക. അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ നിന്നും രാഹുൽ പുറത്തു വരിക. എന്തായാലും വൈകിട്ടൊരു 4 മണിയോടുകൂടി രാഹുൽ പുറത്തു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ പാർട്ടി പ്രവർത്തകർക്കൊക്കെ ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ 24-നാണ് ഈ വിധി പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ചത്. ഇരു ഭാഗത്തിന്റെയും വാദങ്ങൾ കോടതി കേട്ടിരുന്നു. പ്രധാനമായും രാഹുൽ ഈ MLA ആണ്. ഈ ആസൂത്രിതമായ ഒരു കേസാണിത്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും വാദിഭാഗം ഉന്നയിച്ചിരുന്നത്. നേരത്തെയും ഈ സമാനമായ ഈ കേസിൽ 2 കേസിൽ രാഹുലിന് ജാമ്യം ലഭിച്ചിരുന്നു. പരാതിക്കാരി നേരത്തെ ഇൻസ്റ്റഗ്രാം വഴിയാണ് രാഹുലിനെ പരിചയപ്പെട്ടത്. ഉഭയ സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വാദിഭാഗം ഉന്നയിച്ചിരുന്നു. അപ്പൊ അതേസമയം പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. രാഹുലിന് ജാമ്യം അനുവദിക്കാൻ പാടില്ല. നിലവിൽ രാഹുൽ MLA ആണ്. ഈ പരാതിക്കാരെയും അതുപോലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാഹചര്യമുണ്ട്. നിരന്തരം സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് രാഹുൽ. അതുകൊണ്ട് രാഹുലിന് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇത് 2 വാദവും കേട്ടതിനു ശേഷമാണ് ഇന്ന് കോടതി വിധി പറഞ്ഞത്. നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്യുന്ന കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കേണ്ട സാഹചര്യമില്ല, തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ രാഹുലിനാണ് അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഇന്ന് ജാമ്യം പത്തനംതിട്ട ജില്ലാ സെഷൻ കോടതി രാഹുലിന് അനുവദിച്ചിട്ടുള്ളത്. സൈത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസമാണ്, പുറത്തിറങ്ങാമെന്നതാണ് നിലവിലെ സാഹചര്യം. പക്ഷേ മറ്റൊരു കേസിൽ ആദ്യ പരാതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഹൈക്കോടതി തീരുമാനം പറയുകയാണ്. ഒരുപക്ഷേ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നീക്കമുണ്ടാകും. അങ്ങനെയെങ്കിൽ രാഹുലിന് വീണ്ടും കുരുക്കുണ്ടാകും, വീണ്ടും അറസ്റ്റ് സാധ്യതയും തള്ളിക്കളയാനാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.